തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടതു മുന്നണിയിലെ പ്രബല കക്ഷികളായ സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള പോര് പല ജില്ലകളിലും മുന്നണിക്ക് തലവേദനയായി മാറുകയാണ്. കൊല്ലം ജില്ലയിൽ സിപിഎം പോര് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കൊല്ലത്ത് സിപിഎം പ്രവർത്തകർ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഇപ്പോൾ ഉള്ളത്. സിപിഎമ്മിന് ശക്തിയുള്ള ഇടങ്ങളിൽ സിപിഐ സ്ഥാനാർത്ഥികളെയും സിപിഐക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ സിപിഎം സ്ഥാനാർത്ഥികളെയും പാലം വലിക്കുമോ എന്ന ഭയം ഇരു പാർട്ടികൾക്കുമുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട സിപിഐക്ക് അത് നൽകാൻ സിപിഎം തയ്യാറായിരുന്നില്ല. സിപിഐ ആവശ്യപ്പെട്ട സീറ്റിൽ സിപിഎം സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ സിപിഐ ആവശ്യപ്പെട്ട സീറ്റ് വിട്ടുകൊടുക്കാത്ത സിപിഎം നിലപാടിനെതിരെ വല്യേട്ടൻ മനോഭാവത്തിനെതിരെ സിപിഐ പ്രവർത്തകർ പ്രതികരിക്കുമോ എന്നൊരു ഭയം സിപിഎമ്മിനുണ്ട്. സിപിഎം മത്സരിക്കുന്ന ഇടങ്ങളിൽ ചില സ്ഥലത്ത് വിമതരെ മത്സരിപ്പിക്കുവാനും സിപിഐ തയ്യാറായിട്ടുണ്ട്. ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും താഴെ തട്ടിലെ പ്രവർത്തകന്മാർ ഇത് ഉൾക്കൊള്ളുവാൻ എത്രത്തോളം തയ്യാറാകുമെന്നാണ് സ്ഥാനാർത്ഥികളും ഭയക്കുന്നത്. തെക്കൻ കേരളത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ സിപിഎമ്മും സിപിഐയും തമ്മിൽ പോര് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇരു പാർട്ടി സ്ഥാനാർത്ഥികളുടെയും വിജയ സാധ്യതയെ ഈ തമ്മിലടി എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയണം. മധ്യ കേരളത്തിന്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളത്തും മുന്നണി ബന്ധം അത്ര നല്ല രസത്തിലല്ല. സിപിഐ പ്രവർത്തകർ അടർത്തി മാറ്റി സിപിഎമ്മിൽ എത്തിക്കാൻ സിപിഎം നേതൃത്വം ശ്രമിച്ചപ്പോൾ അതേ രൂപത്തിൽ തന്നെ മറുപടി നൽകാൻ സിപിഐയും തയ്യാറായി. സിപിഐക്ക് അകത്ത് എറണാകുളത്ത് പേയ്മെന്റ് സീറ്റ് ആരോപണവും നിലനിൽക്കുന്നുണ്ട്. പേയ്മെന്റ് സീറ്റ് ആരോപണം ഉയർത്തി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആൻസിയ പാർട്ടി വിട്ട് പുറത്തു പോയിരുന്നു. കഴിഞ്ഞ തവണ ആൻസിയ മത്സരിച്ച സീറ്റ് ഇത്തവണ പണം വാങ്ങി സിപിഐ നേതാക്കൾ വിറ്റുവെന്നാണ് ആൻസിയയുടെ ആരോപണം. പാലക്കാട് ജില്ലയിൽ 12 പഞ്ചായത്തുകളിലാണ് സിപിഎമ്മും സിപിഐയും പരസ്പരം ഏറ്റുമുട്ടുന്നത്. സിപിഎം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സിപിഐ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചത്. സിപിഐയുടെ സംസ്ഥാനത്തെ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന തൃശൂരിൽ പലയിടത്തും വിമത ശല്യം രൂക്ഷമാണ്. പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സിപിഎം വിമതരെ രംഗത്തിറക്കിയെന്നാണ് അണിയറ സംസാരം. മലബാറിലും സ്ഥിതി വ്യത്യസ്തമല്ല. സിപിഐ കൂടുതൽ ആവശ്യപ്പെട്ട സീറ്റുകൾ ഒരിടത്തും നൽകാൻ സിപിഎം തയ്യാറായില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകുന്ന പരിഗണന പോലും തങ്ങൾക്ക് ഇടതു മുന്നണിയിൽ ലഭിക്കുന്നില്ലെന്നാണ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സിപിഐയുടെ ആരോപണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സിപിഐ സിപിഎം സംസ്ഥാന നേതൃത്വങ്ങൾ കൊമ്പ് കോർത്തിരുന്നു. ഇതിന് പിന്നാലെ അണികൾ തമ്മിലുള്ള ഐക്യവും കുറഞ്ഞു. വിമത ഭീഷണിയും പ്രവർത്തകർ തമ്മിലുള്ള അനൈക്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് ഇരു പാർട്ടി നേതാക്കൾക്കും ആശങ്കയുണ്ട്. കേവലം 2 ജില്ലയിൽ മാത്രമുള്ള കേരള കോൺഗ്രസിന് കൂടുതൽ പരിഗണന ഇടതു മുന്നണിയിൽ ലഭിക്കുന്നു എന്ന ആക്ഷേപം സിപിഐ നേതാക്കൾക്കുമുണ്ട്. തെക്കൻ കേരളത്തിലും മലബാറിലും തികച്ച 100 വോട്ടില്ലാത്ത കേരള കോൺഗ്രസ് തങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് സിപിഎം നേതാക്കൾ പറയുന്നത്. കോട്ടയം ജില്ലയിലടക്കം വിജയ സാധ്യതയുള്ള സീറ്റ് വിട്ടു നൽകാൻ സിപിഐ തയ്യാറായില്ലെന്ന്, തങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുകൾ പോലും കേരള കോൺഗ്രസിന് നൽകിയെന്ന് സിപിഐ നേതാക്കന്മാർ പരാതി പറയുന്നു. മുന്നണിയിലെ വല്യേട്ടൻ എന്ന നിലപാട് സിപിഎം സ്വീകരിച്ചാൽ അത് മുന്നണി ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് സിപിഐ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സിപിഎമ്മിനെ കുറ്റപ്പെടുത്തി രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാനാണ് സിപിഐ ജില്ലാ സെക്രട്ടറിമാരുടെ തീരുമാനം. പലയിടത്തും നേർക്കുനേർക്കും പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത ഇല്ലാതാക്കുവാൻ ഇപ്പോൾ ശ്രമിക്കേണ്ട നിലപാടിലാണ് സിപിഐ നേതാക്കൾ. എന്നാൽ ഈ വിഷയത്തിൽ അണികൾ അത്ര സംതൃപ്തരല്ല. എന്തായാലും മുന്നണിയിലെ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും തീരില്ല എന്ന് ഉറപ്പാണ്.